السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരണീയരായ സ്റ്റേജിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമത്ത, ജമീലത്ത, തിത്തുമുത്താത്ത, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മറ്റതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിച്ച് യഥാർത്ഥ മുത്തക്കീങ്ങളായിക്കൊണ്ട് മരണപ്പെട്ടു പോകണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥമായ വിശ്വാസവും ആദർശവും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ കണ്ണികളാകാൻ സർവാധിനാഥനായ അള്ളാഹു ഭാഗ്യം നൽകിയതുപോലെ തന്നെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരേ പ്രകാരം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹവും നാളെ മരണത്തിന്റെ മലാക്കമാർ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു പോകാനുള്ള മഹത്തരമായ സൗഭാഗ്യവും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസമാണ് കരുത്ത്. വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കുറിച്ചല്ല. നമ്മൾ ഓരോരുത്തരും ഇന്നൊരു പ്രബോധക സമൂഹമാണ്. പ്രബോധനം ചെയ്യുക എന്ന ദൗത്യവുമായി കൊണ്ടിറങ്ങി പുറപ്പെട്ട ഒരു സമൂഹമാണ്. നമുക്ക് ആത്യന്തികമായി ഉണ്ടായിരിക്കേണ്ടത് യഥാർത്ഥമായ വിശ്വാസമാണ്, ആദർശം. നമ്മൾ പ്രസ്ഥാനത്തിന്റെ ആളുകളായതുകൊണ്ട് മാത്രം വിജയത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധ്യമല്ല. യഥാർത്ഥമായ ആദർശം ഉൾക്കൊള്ളുന്ന, യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഓരോ ആളുകളും യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുന്നവരായി തീരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ വെറുതെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് പറഞ്ഞേക്കുകയല്ല ചെയ്തത്. കാലാകാലങ്ങളിലായി പ്രവാചകന്മാരിലൂടെ മനുഷ്യരാശിക്ക് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാത്തവന് ജീവിതത്തിന്റെ അപ്പുറത്തുള്ള മരണത്തിൽ പരിപൂർണമായ പരാജയമായിരിക്കുമെന്ന് ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾക്ക്, മനുഷ്യർക്ക് ഉത്ബോധനം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ വിളിച്ച വിശ്വാസത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അതല്ലാത്ത വിശ്വാസം അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമല്ല. നമ്മൾ എത്ര നല്ലവരാണെന്നോ നമ്മുടെ പ്രവർത്തനം എത്ര നല്ലതാണെന്നോ ഒരിക്കലും അല്ലാഹുവിങ്കൽ മുഖവിലക്കെടുക്കുകയില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ നമുക്ക് സ്വീകരിക്കാൻ നിർവാഹമില്ല. നമ്മൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ നല്ല മനുഷ്യരാണെങ്കിൽ അതിനെ നിദാനമാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെയാണ്. അതിന് പ്രചോദനമാകേണ്ടത് പാരത്രിക മോക്ഷമാണ്. അതിലപ്പുറമുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാം മതം മാത്രമാണ്. ആ യഥാർത്ഥമായ ഇസ്ലാമിനെ കണ്ടെത്തുക. എന്താണ് ഇസ്ലാം? വിശ്വാസം നൽകുന്ന ജീവിത സംഹിത. യഥാർത്ഥ ദൈവിക വിശ്വാസത്തിലൂടെ പകർന്നു നൽകുന്ന ജീവിത സംഹിതയാണ്, നിയമ സംഹിതയാണ് ഇസ്ലാം.
ആ ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുന്ന മനുഷ്യർക്ക് മാത്രമാണ് പാരത്രിക മോക്ഷം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ആ വിശ്വാസമാണ് മനുഷ്യന് കരുത്താകുന്നത്. ആ വിശ്വാസമാണ് മനുഷ്യന് വ്യക്തിത്വം പ്രദാനം ചെയ്യുന്നത്. ആ വിശ്വാസമാണ് മനുഷ്യന് വിജയം പ്രദാനം ചെയ്യുന്നത്. ആ വിശ്വാസം തന്നെയാണ് മനുഷ്യന് നിർഭയത്വം നൽകുന്നത്. ആ വിശ്വാസം തന്നെയാണ് മനുഷ്യന് മനസ്സമാധാനം നൽകുന്നത്. ആ വിശ്വാസത്തിലൂടെ തന്നെയാണ് മനുഷ്യ സഹജമായിട്ടുള്ള പ്രയാസങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ മനുഷ്യന് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ആത്യന്തികമായി ഐഹിക ജീവിതത്തിന്റെ സുഖകരമായിട്ടുള്ള പോക്കിനും പാരത്രിക വിജയത്തിനും വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ആദ്യമായിട്ടും അവസാനമായിട്ടും വിശ്വാസികളായിരിക്കണം. യഥാർത്ഥ ആദർശത്തെ കണ്ടെത്തുന്നവരായിരിക്കണം. യഥാർത്ഥമായ ആദർശത്തെ കണ്ടെത്തുന്നവരായിരിക്കണം. എന്ത് വിശ്വസിക്കുന്നു, എന്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥമായി പറയാൻ അറിയുള്ളവരായിരിക്കണം മുജാഹിദുകൾ. അത് പറയാൻ അറിയാത്തവരാകാൻ പാടില്ല. എന്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമുക്ക് ചുറ്റിലും പലരും ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല രൂപത്തിലും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ വിശ്വസിക്കാൻ നമുക്ക് നിർവാഹമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? അത് നമ്മൾ തിരിച്ചറിയണം. എല്ലാവരും പരിചയപ്പെടുത്തുന്ന ദീനിൽ, അല്ലെങ്കിൽ എല്ലാവരും പരിചയപ്പെടുത്തുന്ന ഇസ്ലാമിൽ വിശ്വസിക്കാനും അംഗീകരിക്കാനും ആചരിക്കാനും നമുക്ക് നിർവാഹമുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. നിർവാഹമുണ്ടോ? എല്ലാവരും പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹദീസുകളിൽ നിന്നാണ്, നബിചര്യകളിൽ നിന്നാണ്. പിന്നെന്തുകൊണ്ട് നമുക്ക് അംഗീകരിച്ചുകൂടാ? എങ്ങനെയാണ് നമ്മൾ മാത്രമാണ് യഥാർത്ഥമായ പാതയിലാണ്, സത്യത്തിന്റെ പാന്താവിലാണെന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ്? വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളണമല്ലോ നമ്മൾ. എന്താണ് വിശ്വാസം എന്ന് ഉൾക്കൊള്ളാതെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ വിശ്വസിക്കേണ്ട വിശ്വാസം എന്ന് പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചത് എന്തോ അത് മാത്രമാണ് ഇസ്ലാം. അതിൽ അണുഅളവ് കൂട്ടാനും കുറക്കാനുമുള്ള അവകാശം നമുക്കാർക്കില്ല. അത് മാത്രമാണ് ഇസ്ലാം എന്ന് ഇവിടെ ഉദ്ഘോഷിക്കുന്ന പ്രസ്ഥാനത്തിന്റെ കണ്ണികളാണ് അൽഹംദുലില്ലാ ഞാനും നിങ്ങളും. അത് മാത്രമാണ് ഇസ്ലാം. പരിശുദ്ധ ഖുർആനിനെയും നബിചര്യയെയും മാത്രം അംഗീകരിക്കുക. നബിചര്യ എന്ന് പറയുമ്പോൾ കല്ലും മുള്ളും വേർതിരിച്ചുകൊണ്ട് പരിശുദ്ധമായിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഹദീസുകളെ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ നിർവാഹമുള്ളൂ. പലതും കെട്ടിച്ചമക്കേണ്ടായിട്ടുണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെ വിഭാഗീയതയില്ലാത്ത ചിന്ത, പരിശുദ്ധ ഖുർആനിനെയും സ്വഹീഹായ ഹദീസിനെയും മാത്രം അംഗീകരിക്കുക എന്നതാണ് വിഭാഗീയതയില്ലാത്ത ചിന്ത. നമുക്കിടയിൽ പല വിഭാഗീയതകളും ഉടലെടുത്തു. മദ്ഹബി വിഭാഗീയതകൾ പഴയ കാലം തൊട്ടേ സമൂഹത്തിലുണ്ട്. എങ്ങനെയാണത് സംജാതമായതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. 4 മദ്ഹബിന്റെ ഇമാമികളും വ്യത്യസ്തമായ രൂപത്തിൽ പലതും രേഖപ്പെടുത്തപ്പെട്ടു. അതുകൊണ്ട് മദ്ഹബി പക്ഷാപാതിത്വമുണ്ടായി. എന്നാൽ അവർ ഓരോരുത്തരും രേഖപ്പെടുത്തപ്പെട്ടു. തങ്ങളുടെ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ പറയുന്നതിന്റെ വിരുദ്ധമായിക്കൊണ്ട് സ്വഹീഹായ ഹദീസുകൾ കണ്ടാൽ നിങ്ങൾ അതിലേക്ക് മടങ്ങണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിടയിൽ തർക്കമാണ്. ഒരു ഉദാഹരണം പറയാം ഞാൻ. നമുക്കിടയിൽ, നമ്മുടെ മുസ്ലിം ലോകത്തിന്റെ ഇടയിൽ തർക്കമാണ് തറാവീഹ് എത്ര റക്അത്ത് നമസ്കരിക്കണം എന്നുള്ളത്. സ്വഹീഹായ ഹദീസ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ 11 അധികരിപ്പിച്ചിട്ടില്ല. മദ്ഹബിനെ അംഗീകരിക്കുന്നവർ ആ സ്വഹീഹായ ഹദീസിലേക്ക് മടങ്ങാണ് വേണ്ടത്. പറഞ്ഞു വന്നത് നമുക്ക് ഇസ്ലാമിനെ കണ്ടെത്താൻ പരിശുദ്ധ ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസുകളിൽ നിന്നുമല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. മറ്റേതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാലും തെറ്റായ മാർഗത്തിലേക്ക്, തെറ്റായ വിശ്വാസത്തിലേക്ക്, തെറ്റായ ആചാരങ്ങളിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടും. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ഖുർആനിനെയോ ആ പ്രമാണങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതിനെ മനസ്സിലാക്കണമെങ്കിൽ പൂർവികരുടെ പാതയെ നമ്മൾ അന്വേഷിക്കണം. സലഫ് മനഹജ് നമ്മൾ അംഗീകരിക്കണം. പൂർവികരായ ആളുകൾ ഖുർആൻ കേട്ടപ്പോൾ, നബിചര്യ പഠിച്ചപ്പോൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് പിന്നെ വിഭാഗീയതകളില്ല, പിന്നെ നമുക്ക് സംശയങ്ങളില്ല, മനസ്സിൽ അങ്കലാപ്പുകളില്ല, പിന്നെ നമുക്ക് നിർഭയത്വമാണ്. അതുകൊണ്ട് ഒരു കാര്യം കേൾക്കുമ്പോ, ഒരു കാര്യം അറിയുമ്പോ ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് അതിന് തെളിവുണ്ടോ എന്നാണ്, പ്രമാണമുണ്ടോ എന്ന. മഹാനായ ഉമർ മൗലവിയുടെ ഒരു വാക്കുണ്ടായിരുന്നു, എത്ര വലിയ ആളുകൾ പറഞ്ഞതാന്ന് വിചാരിച്ച് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ഒരു
മുദ്രാവാക്യമുണ്ടായിരുന്നു, ആളെ നോക്കേണ്ട തെളിവ് നോക്കിയാൽ മതി, ആളെ നോക്കേണ്ട തെളിവ് നോക്കിയാൽ മതി. സൽസബീലിന്റെ മുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആരെന്ത് പറഞ്ഞാലും അങ്ങോട്ട് സ്വീകരിക്കുന്ന പ്രവണത സ്ത്രീകൾ എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല. അതിന് പ്രമാണമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ആ വളച്ചുകെട്ടില്ലാത്ത വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് നിർഭയത്വമാണ്. സംശയമില്ലാത്ത വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ തന്നെയാണ്, അവർക്ക് തന്നെയാണ് നിർഭയത്വം എന്ന് അള്ളാഹു പറഞ്ഞു തരുന്നു. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ് ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ അന്യായം ചേർക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വം. അവർക്ക് പിന്നെ നിർഭയത്വമാണ്, അവർക്കൊന്നിനെയും പേടിക്കാനില്ല. ആരൊക്കെ എന്തൊക്കെ വസ്വാസുകളുമായിട്ട് കടന്നു വന്നാലും അതിലേക്കൊന്നും കടന്നു പോകേണ്ട ആവശ്യമില്ല, ആരുടെ മുന്നിലും തലകുനിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നിർഭയത്വമാണ്. അവരുടെ വിളി കേൾക്കാൻ വിളിക്കപ്പുറത്ത് നമ്മളെ വിളിപ്പാടക നമ്മുടെ റബ്ബുണ്ട്. നമ്മൾ എങ്ങനെ വിളിച്ചാലും നമ്മൾ കേൾക്കാൻ, നമ്മുടെ മനസ്സിന്റെ ശുദ്ധിക്ക് അനുസൃതമായിക്കൊണ്ട് നമ്മുടെ വിളി കേൾക്കാൻ നമ്മുടെ റബ്ബുണ്ട്. അതുകൊണ്ട് നിർഭയത്വമാണ് നമുക്ക്. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളിലും ഏതൊരവസരങ്ങളിലും എന്റെ റബ്ബുണ്ടല്ലോ എന്ന സമാധാനം എനിക്കും നിങ്ങൾക്കും നൽകുന്ന കരുത്ത് അതും ലോകത്ത് മറ്റൊരു മനുഷ്യർക്കും ലഭിക്കപ്പെടുകയില്ല. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മളെപ്പോലെ സമാധാനം അനുഭവിക്കാൻ വേറെ ആർക്കാണ് സാധിക്കുക? അതുകൊണ്ട് സംശയമില്ലാത്ത ആ വിശ്വാസത്തിന്റെ ഉടമകളായിരിക്കണം ഞാനും നിങ്ങളും. അവിടെ നമ്മുടെ റബ്ബ് നമ്മുടെ വെളിപ്പാട് അകലെയുണ്ട്. എന്തു ചോദിച്ചാലും നൽകുന്നവനാണ്. നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം ആത്യന്തികമായി നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏത് പ്രയാസങ്ങളിലും അല്ലാഹുവിന് വേണ്ടി ഞാൻ ക്ഷമിക്കുകയും പൊറുക്കുകയും എന്നിട്ട് അല്ലാഹുവോട് സഹായം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്നെ തോൽപ്പിക്കാനും എന്നെ പരാജയപ്പെടുത്താനും എന്നെ പ്രയാസപ്പെടുത്താനും ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന വിശ്വാസം നൽകുന്ന കരുത്ത്, ആർജവം അത് മറ്റൊരാൾക്കും വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മൾ ആ യഥാർത്ഥ വിശ്വാസത്തിന്റെ ഉടമകളാകുക. ഇനി ഒരു മനുഷ്യൻ എന്ന നിലക്ക് യഥാർത്ഥമായ സംസ്കരണം ലഭിക്കപ്പെടുന്നതും തൗഹീദിലൂടെ മാത്രമാണ്. തൗഹീദിലൂടെ മാത്രമാണ്. എന്താ നമ്മുടെ ജന്മത്തിന്റെ പൊരുൾ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഹ്രസ്വമായ ഒരു കാലഘട്ടം എന്തിനു വേണ്ടിയിട്ടുള്ള ജീവിതമാണ്? ഈ ലോകത്ത് കോടാനകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോ വ്യത്യസ്തമായിക്കൊണ്ടൊരു മനുഷ്യരാശിയെ പ്രതിനിധിയായിക്കൊണ്ട് ഭൂമിയിൽ നിയോഗിച്ചത് എന്തിനാ? എന്താ അതിന്റെ കാര്യം? അല്ലാഹു പറയുന്നു, മാ ഖലഖൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അതുകൊണ്ട് അല്ലാഹു ആ തൗഹീദാണ് പരിപൂർണമായ സംസ്കരണം നമുക്ക് പകർന്നു നൽകുള്ളൂ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് മാത്രമേ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. മനുഷ്യ സഹജമായിട്ടുള്ള പിശാചിന്റെ ദുർബോധനത്തിന് വഴിപ്പെടാതെ അല്ലാഹുവിനെ ഓർക്കുന്ന വ്യക്തിക്ക് മാത്രമേ പരിപൂർണമായി തിന്മകളിൽ നിന്നും ചീത്ത പ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുള്ളൂ. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു വാക്കുണ്ട്. അവിടുന്ന് പറയുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തന്റെ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ എന്തായിരുന്നു ആ സമൂഹത്തിന്റെ അവസ്ഥയെന്ന് നമുക്കറിയാം. മദ്യവും ചൂതാട്ടവും വ്യഭിചാരവും മുഖമുദ്രയാക്കിയ സമൂഹം. മദ്യത്തിന്റെ ചഷകങ്ങൾ കയ്യിലേന്താതെ അവർക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. മരിച്ചുപോയാൽ പോലും ഒരു മുന്തിരി കൊല്ലിക്കു താഴെ എന്നെ മറവ് ചെയ്യണേ എന്ന് പറയുന്നവർ പോലും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അത്രമാത്രം മദ്യത്തിനടിമപ്പെട്ടു പോയ സമൂഹം. ആ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കണ്ടവരോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചൂതാട്ടം നടത്തരുതെന്ന് പറഞ്ഞിട്ടില്ല. അവരിലുള്ള ഒരു വൃത്തികേടിനെയും എടുത്തുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാനായിരുന്നില്ല പ്രവാചകന്റെ നിർദ്ദേശം. ആദ്യമായി കൊണ്ട് തന്റെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദാണ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല. നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകാൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല. നിങ്ങളുടെ ജീവിതം ഇന്നത്തോടുകൂടി അവസാനിക്കില്ല. ജീവിതത്തിന്റെ ശേഷം മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ റബ്ബിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകാതെ നിർവാഹമില്ല. നരകവും സ്വർഗവും അനുഭവിക്കാതെ നിർവാഹമില്ല. നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട്, തിന്മ ചെയ്തവർക്ക് നരകമുണ്ടെന്നുള്ള തൗഹീദിന്റെ ആദർശം, ആശയം ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ ഏകദൈവ ഓരോ മനസ്സുകളിലും അന്തർലീനമായി കിടക്കുന്ന ആ ഏകദൈവ വിശ്വാസത്തെ തൊട്ടുണർത്തിക്കൊണ്ട് തൗഹീദിലേക്ക് ജനമനസ്സുകളെ ക്ഷണിച്ചപ്പോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു.
അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. എന്താണ് സാധിച്ചത്? അതാ മദ്യചഷകങ്ങൾ കയ്യിലേന്താതെ ജീവിക്കാൻ സാധിക്കാതിരുന്ന സമൂഹം നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന ഖുർആനിക സൂക്തം കേട്ട നിമിഷത്തില് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മദ്യചഷകങ്ങൾ അവർ എടുത്തൊഴിച്ചത് നിമിത്തം, മദ്യത്തിന്റെ നിറച്ചു വെച്ച ചഷകങ്ങൾ എടുത്തൊഴിച്ചത് നിമിത്തം മദീനയുടെ തെരുവിലൂടെ മദ്യപ്പുഴ ഒഴുകി. എന്നിട്ട് അവരുടെ ഈമാൻ എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ അവരതാ ആ മദ്യത്തിന്റെ നനവ് തട്ടി കിളർത്ത പുല്ല് ഭക്ഷിച്ച ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് അനുവദനീയമാകുമോ പ്രവാചകരെ എന്ന് ചോദിക്കാൻ മാത്രം ഈമാൻ ഉറച്ചൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ പ്രവാചകന് സാധിച്ചത് തൗഹീദിലൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴായിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്തും വെടിയാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിനെ യഥാവിധി പ്രകാരം തിരിച്ചറിഞ്ഞാൽ അവങ്കലേക്കാണ് മടക്കമെന്ന ബോധം മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് വേണ്ടിയിട്ട് മാത്രമേ തിന്മകൾ ഉപേക്ഷിക്കാൻ മനുഷ്യന് സാധിക്കുള്ളൂ. മറ്റെന്തൊക്കെ ഭൗതിക പ്രേരണകൾ മൂലവും തിന്മകൾ ഉപേക്ഷിച്ചാൽ അതിന് പരിപൂർണമായ ഉപേക്ഷയല്ല. അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് പരിപൂർണമായ സംസ്കരണം നമുക്ക് ലഭിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം അത് സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസത്തിലൂടെയാണ് നിർഭയത്വം ലഭിക്കപ്പെടുന്നത്, വിശ്വാസത്തിലൂടെയാണ് സംസ്കരണം ലഭിക്കപ്പെടുന്നത്. ഇനി മനുഷ്യരെന്ന നിലക്കെനിക്കും നിങ്ങൾക്കും നമ്മളെ പിശാച് നിരന്തരമായി കൊണ്ട് വഴികേട്ടിലാക്കാനുള്ള പരിശ്രമത്തിലാണ്. അല്ലാഹുവിന്റെ നിഷ്കളങ്കരായ അടിമകളെ വഴികേട്ടിലാക്കാൻ അവന് സാധ്യമല്ല. യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട അടിമകളെ വഴികേട്ടിലാക്കാൻ ഇബ്ലീസിന് സാധ്യമല്ല. പിശാച് ദുർമന്ത്രണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് തിന്മയിലേക്ക്, വിശ്വാസ വ്യതിയാനത്തിലേക്ക്, പരസ്പര വഴക്കുകളിലേക്ക്, ചിത്രതകളിലേക്ക്, എല്ലാ വേണ്ടാത്രങ്ങളിലേക്കും അശ്ലീലതകളിലേക്ക്, സകലതിലേക്കും പിശാച് നിരന്തരമായ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുക. പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒന്ന് മനസ്സിന്റെ ശ്രദ്ധ തെറ്റിപ്പോയാൽ നമ്മൾ തിന്മയുടെ പടുകുഴിയിലേക്ക് ആഴ്ന്നു പോകും. അതിനനുയോജ്യമായ സകല സാഹചര്യങ്ങളും ഉണ്ട് ഇന്ന് ഭൗതിക ലോകത്ത്. ഇന്നത്തെ ലോകത്ത് സകല സാധ്യതകളുമുള്ള ഒരു സമൂഹം, അവിടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിന്റെ ദുഷ്പ്രേരണ നമ്മൾ അതിനെ ദേഹേച്ഛ എന്ന് വിളിക്കും. പിശാചിന്റെ ദുഷ്പ്രേരണക്ക് ദേഹേച്ഛ എന്ന് വിളിക്കും. ഖുർആൻ ക്ലാസ്സിന് കടന്നു പോകാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുമ്പോ ദേഹേച്ഛ പറയും, ഇന്നിപ്പോ പോണ്ട, അവിടെ ഇരുന്നോ, ഇന്നിപ്പോ അതിന് സാധ്യല്ല, ക്ഷീണിച്ചിട്ടുണ്ട്. നല്ല ഒരു വർത്തമാനം കേൾക്കുന്ന സദസ്സിലേക്ക് കടന്നു ചെല്ലുന്നതിന് നിമിത്തം പകരമായിക്കൊണ്ട് ചീത്ത പ്രവണതയിൽ നമ്മൾ അകപ്പെട്ടു പോകുകയാണ്. നല്ലതായ വർത്തമാനങ്ങൾ പറയുന്നതിന് വേണ്ടി ഞാനും നിങ്ങൾ ഒരുങ്ങാണ്. ആ സമയത്താണ് പിശാചിന്റെ ദുഷ്പ്രേരണ. അവിടെയൊക്കെ നമ്മൾ ഏഷണിയും പരദൂഷണവും കടത്തിക്കൂട്ടുന്നു. സ്ത്രീ സമൂഹമാണ് നമ്മൾ. അവിടെയൊക്കെ നമ്മൾ ഏഷണിയും പരദൂഷണവും കടത്തിക്കൂട്ടുന്നു. മറ്റുള്ളവരോട് നന്നായി പെരുമാറണമെന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന. എന്തിനധികം വീടകത്ത് സ്വന്തം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും മക്കളോടും വരെ നന്നായി പെരുമാറാൻ പിശാച് നമ്മളെ സമ്മതിക്കുന്നില്ല. ദേഹേച്ഛക്കടിമപ്പെട്ടു പോകുകയാണ്. ഈ ദേഹേച്ഛകളിൽ നിന്നും മറികടക്കാനുള്ള കരുത്ത് വിശ്വാസിക്ക് മാത്രമേ ലഭിക്കുള്ളൂ, അല്ലാത്തൊരാൾക്കും സാധ്യമല്ല. ദേഹേച്ഛകളെ മറികടക്കാൻ വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. അല്ലാഹുവിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരുമെന്ന ഭയം കൊണ്ട് ദേഹേച്ഛകളെ മറികടന്നവർക്കാണ് അല്ലാഹുവിന്റെ വാഗ്ദാനം അല്ലേ. എന്റെ റബ്ബിന്റെ മുൻപിലേക്ക് കടന്നു പോകാനുണ്ടെന്ന ബോധത്തോടുകൂടി ഞാൻ ചെയ്യുന്ന സകല തിന്മകളും അല്ലാഹു രേഖപ്പെടുത്തുകയും നാളെ പാരത്രിക ലോകത്ത് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള യഥാർത്ഥമായ ബേജാറിൽ കൊണ്ട മനുഷ്യന് മാത്രമാണ് തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്തൊരു മനുഷ്യനും അതിന് സാധ്യമല്ല. അതുകൊണ്ട് ആത്മീയ സംസ്കരണവും ലഭിക്കപ്പെടുന്നത് വിശ്വാസത്തിലൂടെ മാത്രമാണ്. യഥാർത്ഥമായ രഹസ്യ ജീവിതത്തിൽ പോലും ആരോരും അറിയാതെ, മറ്റൊരാളും അറിയുന്നില്ലെന്നറിയാതെ തിന്മകൾ ചെയ്യാൻ ഏറെ സാഹചര്യങ്ങളുള്ള ലോകത്ത് മറ്റുള്ളവരുടെ കണ്ണ് മറച്ചുകൊണ്ട് വെറും കൈക്കുമ്പിളിലൂടെ സകല തിന്മകളിലേക്കും കടന്നു ചെല്ലുവാൻ ഏറെ സാധ്യതകളുള്ള ലോകത്ത് ആര് കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി, ആ ഇഹ്സാനോടുകൂടി, ഞാൻ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് എന്നെ കാണുന്നുണ്ട്, ഓരോ പ്രവർത്തനങ്ങൾക്കും നാളെ എണ്ണി അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് ബോധമുള്ളവർക്ക് മാത്രമാണ് ദേഹേച്ഛകളെ മറികടക്കാൻ സാധിക്കുള്ളൂ. അവർക്ക് മാത്രമേ ദേഹേച്ഛകളെ മറികടക്കാൻ സാധിക്കുള്ളൂ, അല്ലാത്തവർക്ക് ദേഹേച്ഛകളെ മറികടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസമാണ് നമുക്ക് ദേഹേച്ഛകളെ മറികടക്കാനുള്ള കരുത്ത് പകർന്നു നൽകുക.
വിശ്വാസമാണ് നിർഭയത്വം നൽകുക, വിശ്വാസമാണ് സംസ്കരണം, ആത്മീയമായിട്ടുള്ള സംസ്കരണം നൽകുക, വിശ്വാസമാണ് ദേഹേച്ഛകളെ മറികടന്നുകൊണ്ട് പരിപൂർണമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാനുള്ള ശക്തി നമുക്ക് പകർന്നു നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി പതറിപ്പോകാത്ത മനസ്സിന്റെ ഉടമകളാരാ? എവിടെയും പിടുത്തം വിട്ടുപോകാത്ത മനസ്സിന്റെ ഉടമകൾ ആരാണ്? അവരും വിശ്വാസികൾ മാത്രാണ്. നമ്മൾ മനുഷ്യരാ, നമ്മിലേക്ക് പലതും സംഭവിക്കും, പല സംഭവങ്ങളും നമ്മിലേക്ക് കടന്നു വരും, പല പ്രയാസങ്ങളും കടന്നു വരും. എവിടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, ക്ഷമ നഷ്ടപ്പെട്ടു പോകാതെ നിലകൊള്ളാൻ സാധിക്കുക ഭൂമിയിലെ ജീവിതത്തിന്റെ നിസ്സാരത തിരിച്ചറിഞ്ഞവനും അതിന്റെ പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ള ആ ഉറച്ച വിശ്വാസമുള്ളവർക്കുമാണ്. അല്ലെ, വിശ്വസിച്ചു എന്ന് നാവ് കൊണ്ട് പറയുന്നത് കൊണ്ട് മാത്രം നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്. എന്താന്നറിയോ? നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നല്ല മനുഷ്യനായിട്ട് ജീവിക്കല്ലേ ചെയ്തത്. അതുകൊണ്ട് നമുക്കാർക്കൊരു പ്രയാസം സംഭവിക്കൂല. ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും എന്നെ ഇടങ്ങാറാക്കൂല എന്നൊരു സമാധാനം പലരും പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കുകയില്ല എന്ന് വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കുമെന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ക്ഷമിക്കാനുള്ള കഴിവും കരുത്തും വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഒരു നന്മ ബാധിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനോട് ശുക്ർ ചെയ്യുന്ന പ്രതിഫലാർഹയായി, ഒരു ഷർറ് ബാധിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കുകയും അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രതിഫലാർഹയായി പ്രതിഫലം ലഭിക്കപ്പെട്ടു. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, പ്രവാചക പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്ന ഒരു ഹദീസിൽ, പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. ഒരു മനുഷ്യന് ഒരു പ്രയാസം ബാധിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി. അല്ലാഹുവേ, ഞങ്ങൾ നിനക്കുള്ളതാണ്, നിന്നിലേക്കാണ് മടക്കം. ഞങ്ങൾക്ക് സംഭവിച്ചതിന് നീ ഞങ്ങൾക്ക് പ്രതിഫലം നൽകണേ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കിപ്പോ സംഭവിച്ചിട്ടുള്ള ഇടങ്ങേറുകൾക്ക് ഞങ്ങൾക്ക് പ്രതിഫലം നൽകണേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ അവന് പ്രതിഫലം ലഭിക്കപ്പെടുമെന്ന് മാത്രമല്ല, അടിവരട്ട് മനസ്സിലാക്കണം, ദുനിയാവിലെ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ അത് ബാധിച്ചു കഴിയുമ്പോ ഇപ്രകാരം പറയപ്പെടുന്ന വ്യക്തി, ഞങ്ങൾ നിനക്കുള്ളതാണ്, നിന്നിലേക്കാണ് മടക്കം, നീ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതിന് പ്രയാസത്തിന് നീ പകരം പ്രതിഫലം നൽകണേ എന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ അവർക്ക് പ്രതിഫലം ലഭിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിനേക്കാളും ഉത്തമമായത് അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യും. വിശ്വാസിക്കല്ലാതെ ആർക്കത്ര വലിയ സന്തോഷം ഉണ്ടാവുക? ആർക്കത്ര വലിയ സമാധാനം ഉണ്ടാവുക? എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാ, അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അബൂ സലമയുമൊത്തുള്ള ജീവിതം വല്ലാത്തൊരു ജീവിതമായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അബൂ സലമ റളിയല്ലാഹു അൻഹുവും വളരെ സന്തോഷമായി കൊണ്ട് നയിച്ച ദാമ്പത്യ ജീവിതം, വല്ലാത്ത സ്നേഹമായിരുന്നു അവര് തമ്മില്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നുപോയി. നമുക്കറിയാം ചരിത്രം. കുറെ കാലം അവർ ഒരാൾ മദീനയിലും മറ്റൊരാൾ മക്കയിലും ആയിക്കൊണ്ട് ജീവിക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ബാങ്കായിരുന്നില്ല, മയ്യത്തുണ്ടാവുമായിരുന്നു. അത് കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു വന്നത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബൂ സലമ റളിയല്ലാഹു അൻഹുവും തമ്മിൽ വളരെ സ്നേഹപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചരിത്രമൊന്നും പറയാൻ സമയമില്ലല്ലോ ഇവിടെ. സ്നേഹപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന് ഒരുപാട് പ്രയാസങ്ങൾക്കൊടുവിൽ ഒരുമിച്ച് ജീവിച്ച് ഒരുപാട് വേർപിരിയലുകളൊക്കെ സംഭവിച്ചതിന്റെ ശേഷം ഒരുമിച്ചൊരു ജീവിതം ഉണ്ടായി. അധികം താമസിയാതെ മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പറഞ്ഞു വന്നത് എന്താന്ന് ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്താണ്? ഒരു മുഅ്മിനിനൊരു പ്രയാസം ബാധിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി. ഞങ്ങൾ നിനക്കുള്ളതാണ്, ഇന്നാ ലില്ലാഹ്, നമ്മൾ അല്ലാഹുക്കുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് തന്നെയാണ് മടക്കം. ഞങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള പ്രയാസങ്ങൾക്ക് നീ പ്രതിഫലം നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ
പ്രതിഫലം നൽകപ്പെട്ടു എന്ന് ഉറപ്പാണ്. അത് എന്ത് പ്രയാസമാണെന്നൊന്നും കണക്കാക്കണ്ട. ഒരു പക്ഷേ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം എന്താന്ന് ചോദിച്ചപ്പോ എന്താ പറയാൻ കഴിയറിയോ? നമ്മുടെ കൈത്തണ്ടയിലിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി, നമ്മുടെ പൊന്നു മോന് പൊന്നു മോള് അങ്ങോട്ട് മരിച്ചു എന്ന് വിചാരിക്കുക. അതിനേക്കാളും വലിയ പ്രയാസം ഉണ്ടോ നമുക്ക്? ഇല്ലല്ലോ. ആ സമയത്ത് പോലും പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി. അല്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് പറഞ്ഞ. ഇപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊന്നും സംഭവിക്കാനില്ലല്ലോ, അല്ലേ? അങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലാർഹമായി എന്ന് മാത്രമല്ല, അതിനേക്കാളും ഉത്തമമായത് അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറഞ്ഞു തരികയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ നിന്ന്, ആ സന്തോഷപ്രദമായ കാലഘട്ടത്തിൽ നിന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു പിരിഞ്ഞപ്പോ പ്രവാചകൻ വന്നുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇപ്രകാരം പ്രാർത്ഥിച്ചു കൊള്ളുവാൻ. ആ സമയത്ത് ഞാനും നിങ്ങളുമാണെങ്കിൽ എന്ത് വിചാരിച്ചിട്ടുണ്ടാകും? എങ്ങനെ സാധിക്കാനാണ്? ഇത്രമാത്രം സ്നേഹസമ്പന്നനായ മറ്റൊരു ഭർത്താവിനെ ഇനി എവിടെ കിട്ടാനാണ്? ഇതിനേക്കാളും ഉത്തമമായത് അല്ലാഹു പ്രദാനം ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആ മഹദിയുടെ മനസ്സിലും അങ്ങനെ ഒരു വിചാരമുണ്ടായി. അബൂ സലമയെക്കാളും മഹത്തരമായി എന്ത് ലഭിക്കപ്പെടാനാണ് ലോകത്തെന്ന്? പക്ഷേ പ്രവാചകനാണ് പറഞ്ഞത്, അതാണ് വിശ്വാസം. പ്രവാചകനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുള്ള പ്രവാചകനാണ്? സ്വന്തം ഇഷ്ടപ്രകാരം വർത്തമാനം പറയുന്ന പ്രവാചകനെല്ലാം. നമ്മളെ സൃഷ്ടിച്ച ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ച അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സംസാരിക്കുന്ന പ്രവാചകനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിലൊരു കാര്യമുണ്ട്. അതിന്റെ യുക്തി എന്താണെന്ന് അന്വേഷിച്ചു പോയിട്ടില്ല, അതിന്റെ വരവരായികളെ കുറിച്ച് അന്വേഷിച്ചു പോയിട്ടില്ല. പ്രവാചകൻ പറഞ്ഞത് അപ്പടി സ്വീകരിക്കുകയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചെയ്തത്. അവരതാ അപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. അവർക്ക് പ്രതിഫലം ലഭിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ലോക മുഅ്മിനീങ്ങളുടെ മാതാവായിക്കൊണ്ട്, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിക്കൊണ്ട് കടന്നു വരാൻ, അഥവാ ഉമ്മു സലമക്ക് പകരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്തത് ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അതുകൊണ്ട് അടിവരയിട്ട് മനസ്സിലാക്കുക, ആർക്കാ വിശ്വാസിക്കല്ലാതെ മറ്റാർക്കായി ഇത് ലഭിക്കപ്പെടുക? വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിക്കപ്പെടാത്ത അനുഗ്രഹം. അനുഭവിച്ച പ്രയാസത്തിൽ പ്രതിഫലമുണ്ടെന്ന് മാത്രമല്ല, അവിടെ വിശ്വാസത്തോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യും. ഇനി അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാനുള്ള കരുത്ത് അത് വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിക്കപ്പെടില്ല. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? നിർഭയത്വം വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ. എനിക്കെന്റെ റബ്ബുണ്ടെന്ന വിശ്വാസം. മറ്റൊരാളും വേണ്ട എനിക്ക്. എന്റെ റബ്ബ് നൽകിയത് തടയാൻ ഒരാളുമില്ല. അല്ല നൽകിയത് തടയാൻ ഒരാളില്ല, അല്ല നൽകാത്തത് നൽകാൻ ഒരാളില്ല. അല്ല എനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം ആത്യന്തികമായി എന്റെ ഹൈറാണ്, എനിക്ക് നന്മയാണെന്ന് വിശ്വസിക്കാനുള്ള കഴിവ് വിശ്വാസിക്ക് മാത്രമാണ്. സംസ്കരണം വിശ്വാസിക്ക് മാത്രമേ ലഭിക്കപ്പെടുള്ളൂ. ദഹേച്ഛകളെ മറികടക്കാനുള്ള കരുത്ത് വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ. പ്രയാസങ്ങളിലും പ്രതിഫലം കരസ്ഥമാക്കാനുള്ള കഴിവ് അത് വിശ്വാസിക്ക് മാത്രമുള്ളതാണ്. അതും വിശ്വാസിക്ക് മാത്രമുള്ളതാ. ഇനി ക്ഷമിക്കാനുള്ള കഴിവും ആത്യന്തികമായി വിശ്വാസിക്കേ ഉള്ളൂ. ക്ഷമിക്കുവാൻ, ഏതൊരു പതറിപ്പോകുന്ന ഘട്ടത്തിലും ക്ഷമിച്ചു നിൽക്കാനുള്ള മഹാകരുത്ത് വിശ്വാസം കൊണ്ടല്ലാതെ ലഭിക്കപ്പെടുകയില്ല. വിശ്വാസം കൊണ്ടല്ലാതെ ലഭിക്കപ്പെടുകയില്ല. അല്ലേ? നമുക്ക് ചരിത്രങ്ങളിൽ പലതും കാണാം. ബനൂ മഖ്സൂം ഗോത്രം യാസിർ കുടുംബത്തെ കിരാതമായിക്കൊണ്ട് പീഡിപ്പിച്ചു. ചരിത്രം അറിയുന്നവരാ നമ്മള്. കിരാതമായിക്കൊണ്ട് പീഡിപ്പിക്കുകയുണ്ടായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹൃദയഭേദകമായ കാഴ്ചകൾ കണ്ട് മനസ്സു നൊന്തുകൊണ്ട് കണ്ണുനീരണിഞ്ഞു, തിരുനയനങ്ങൾ നിറഞ്ഞൊഴുകി. ക്ഷമിക്കണേ യാസിർ കുടുംബമേ, നിങ്ങൾക്ക് വാഗ്ദത്ത ഭവനമാണ് ലഭിക്കാനുള്ളത്, സ്വർഗമാണ് ലഭിക്കാനുള്ളത്. വാഗ്ദത്ത ഭവനം സ്വർഗമാണ്. യാസിർ കുടുംബമേ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോ അവർ ക്ഷമിക്കേണ്ടായി. നമ്മളെ പോലെയുള്ള ഒരു സഹോദരി, നമ്മളെ പോലെയുള്ള മനസ്സുള്ള ഒരു സ്ത്രീയാണ്, മഹിളാരത്നമാണ്. മുസ്ലിം ലോകത്തെ ആദ്യത്തെ രക്തസാക്ഷി സുമയ്യ റളിയല്ലാഹു അൻഹ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ വലിച്ചിഴച്ചിട്ട് അവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ അവർ അതാ
നീ മുഹമ്മദിന്റെ മതമൊന്ന് ഉപേക്ഷിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടപ്പോഴും പതറാതെ അല്ലാഹു മുറുകെ പിടിച്ച മഹദി തന്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഇരുമ്പ് തണ്ട് കയറ്റുമ്പോഴും ആ മണലുകളും അൽത്തരികളും ഓരോന്നും ഒരുപക്ഷെ ആരോധനം കേട്ട് കരഞ്ഞിട്ടുണ്ടാകും. ഇന്നും ഹറമിന്റെ ചുറ്റിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാം മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ കബറിടം. പെൺമക്കളെ കുഴിച്ചിട്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെ അവരുടെ കബറിടവും നമുക്ക് കാണാം മക്കയിൽ ഹറമിന്റെ ചുറ്റുവട്ടത്തായിട്ട്. അതാ ആ മഹദി അവരുടെ കരച്ചിൽ രോദനം കേട്ടിട്ട് മണൽത്തരികൾ പോലും ഞെട്ടിത്തരിച്ചിട്ടുണ്ടാകും. എന്നിട്ട് പോലും തന്റെ വിശ്വാസത്തെ കൈവിടാതെ രക്തസാക്ഷിത്വത്തിന്റെ പദവികൾ കയറിപ്പോകാൻ അവർക്ക് ഊർജം പകർന്നു നൽകിയത് വിശ്വാസമല്ലാതെ മറ്റെന്താണ്? വിശ്വാസമല്ലാതെ മറ്റെന്താണ്? പ്രതിഫലം നോക്കാതെ, കണക്ക് നോക്കാതെ അല്ലാഹു പ്രതിഫലം നൽകിയ വിശ്വാസം ക്ഷമിക്കുന്നവർക്ക് മാത്രമാണ്. മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ കണക്ക് നോക്കിയിട്ടാ പ്രതിഫലം കിട്ടുക. കണക്ക് നോക്കാത്ത പ്രതിഫലം ലഭിക്കപ്പെടുക. തീർച്ചയായും ക്ഷമിക്കുന്നവർക്ക് മാത്രം അല്ലാഹുവിന് വേണ്ടിയിട്ട് ക്ഷമിക്കാൻ കഴിയണം. ഞാനും നിങ്ങളൊന്നൊരു രോഗം വന്നാൽ പോലും ക്ഷമിക്കാൻ കഴിയാത്തവരാ. ഒരു രോഗം പോലും ക്ഷമിക്കാൻ കരുത്തില്ലാത്തവരാ നമ്മള്, അല്ലേ? ചെറുതായിട്ടൊരു രോഗം വന്നാൽ പോലും ക്ഷമിക്കാൻ കഴിവില്ലാത്തവരാ. പിന്നെ എങ്ങനെയാ നമുക്ക് അല്ലാഹുവിന് വേണ്ടിയിട്ട് ക്ഷമിക്കാൻ കഴിയുമെന്ന് പറയാൻ സാധിക്കുക? അല്ലേ? പ്രിയപ്പെട്ട സഹോദരിമാരെ, മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്തും നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ അപാരമായ പ്രതിഫലം നമുക്ക് ലഭിക്കപ്പെടാതിരിക്കുകയില്ല. രോഗങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും പീഡകളിലേക്കും നമ്മൾ വലിച്ചെറിയപ്പെടുമ്പോ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കണമെന്ന് മാത്രമല്ല, ലഭിക്കപ്പെട്ട അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണം. ഒരു പൂച്ചെണ്ട് സ്വീകരിക്കുന്നത് പോലെ നമ്മുടെ പ്രയാസങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. കാരണം ഇതുമൂലം നാളെ പാരത്രിക ലോകത്തെ പ്രതിഫലം ലഭിക്കപ്പെടുമെന്നാണ്. കറുത്തവളായ ഒരു സഹോദരി നടന്നു പോയപ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്ത സ്വഹാബത്തിനതാ പോകുന്ന ഒരു സഹോദരിയെ കണ്ടുവോ? ആരാണവളെന്ന് നിങ്ങൾക്കറിയുമോ? അവൾ സ്വർഗാവകാശിയാണ്. എന്താണ് അവൾക്കുണ്ടായ അനുഭവം എന്നറിയുമോ? കറുത്തവളായ സഹോദരി പ്രവാചക സന്നിധിയിലേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് രോഗമാണ്. എന്തൊരു രോഗമാണ് ബാധിച്ചിട്ടുള്ളത്? എനിക്ക് അപസ്മാര രോഗമാണ്. നിരന്തരമായ അപസ്മാര രോഗം കൊണ്ട് ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ രോഗമൊന്ന് ശമിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കണം. പ്രവാചകന്റെ ഒരു പ്രാർത്ഥന ലഭിക്കപ്പെട്ടാൽ അവർക്ക് രോഗശമനം ലഭിച്ചു, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ രോഗശമനത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പ്രവാചക സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് അവർ പറഞ്ഞ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് നിനക്ക് ആഗ്രഹം? രോഗം സുഖപ്പെട്ടുകൊണ്ട് സുഖസുന്ദരമായ ജീവിതം ഐഹിക ലോകത്ത് നയിക്കണമോ, അതല്ല രോഗം അനുഭവിച്ചതിന്റെ പ്രതിഫലമായിക്കൊണ്ട് നാളെ പരലോകത്ത് സ്വർഗം വേണമോ? ഞാൻ നിങ്ങൾ എന്താ പറയാ ഒന്ന് മാർക്ക് കിട്ടിയാൽ മതിയായിരുന്നു പഠിച്ചോനെ, അല്ലേ? അതൊക്കെ ഇപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ, അല്ലേ? എന്താണ് വേണ്ടത് സഹോദരി നിനക്ക്? രോഗം ക്ഷമിച്ചുകൊണ്ട് ദുനിയാവിലെ സുഖസുന്ദരമായ ജീവിതമാണോ? രോഗം സഹിച്ചതിന്റെ പ്രതിഫലമായിക്കൊണ്ട് പരലോകത്ത് സ്വർഗമാണോ? ആ സമയത്ത് ആ മഹദിയതാ ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ പ്രവാചകന് മറുപടി നൽകി, എന്റെ രോഗം കാരണം എനിക്ക് സ്വർഗം ലഭിക്കുമെങ്കിൽ എനിക്കത് മതി പ്രവാചകരെ. ഈ ലോകത്ത് അനുഭവിക്കുന്ന രോഗത്തിന് എനിക്കൊരു പ്രയാസവുമില്ല പ്രവാചകരെ. എനിക്ക് രോഗം കൊണ്ട് സ്വർഗം ലഭിക്കപ്പെടുമെങ്കിൽ അത് മാത്രം മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാനതാ അപസ്മാര രോഗിയായിക്കൊണ്ട് വീണു പോകുന്ന നേരത്തിന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങിപ്പോവാറുണ്ട്, അല്ലേ? ഇക്കാലത്ത് നമ്മൾ ധരിച്ച വസ്ത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിട്ട്, അല്ലേ? ആരൊക്കെയോ നിർബന്ധത്തിന് പർദ്ദയൊക്കെ ഇങ്ങനെ പോകുമ്പോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കാണാനും മറ്റുള്ളവരൊന്ന് ഇടം കണ്ണിട്ട് നോക്കുന്നത് കാണാനും വേണ്ടിയിട്ട് മത്തിയൊക്കെ പിടിച്ചു കുത്തി നടക്കുന്ന നമുക്കൊരു പാടാണ്, അല്ലേ? അണിഞ്ഞിട്ടും അണിയാത്തവളെ പോലെ നടക്കുന്നവൾ ആരാന്ന് നമുക്കറിയാം. അവർക്ക് എന്താ അവസ്ഥ എന്നറിയാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയണം. ആ സഹോദരി പറയണ്ടായി, എന്റെ രോഗം ശരീരത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ശരീരത്തിൽ നിന്നും വസ്ത്രം നീങ്ങി പോകുന്നതും മാറാൻ അങ്ങ് പ്രാർത്ഥിക്കണം. അവിടുന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് അത് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അതാ നിനക്ക് സ്വർഗമാണോ വേണ്ടതെന്ന് ചോദിച്ച സന്ദർഭത്തിൽ എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരതാ ആ പ്രവാചക സന്നിധിയിൽ നിന്ന് നടന്നു പോവുകയാണ്. എനിക്ക് സ്വർഗം നേടിത്തന്ന രോഗമേ നിനക്കാണ് സ്വാഗതം, എനിക്ക് സ്വർഗം നേടിത്തന്ന രോഗമേ നിനക്കാണ് സ്വാഗതം, എനിക്ക് സ്വർഗം നേടിത്തന്ന രോഗമേ നിനക്കാണ് സ്വാഗതം എന്ന് പാട്ടുപാടിക്കൊണ്ട് പോകുവാൻ അവർക്ക് ആർജവം നൽകിയത് വിശ്വാസം
വിശ്വാസമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ സമയം കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കുക, വിശ്വാസം മാത്രമേ നമുക്ക് നിർഭയത്വം നൽകൂ, വിശ്വാസം മാത്രമേ നമുക്ക് സംസ്കരണം നൽകൂ, വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിച്ച് ദേഹേച്ഛകളെ മറികടക്കാനുള്ള കരുത്ത് നൽകുള്ളൂ. വിശ്വാസം മാത്രമാണ് സംഭവിച്ചതിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രതിഫലാർഹയാകാൻ നമുക്ക് കരുത്ത് നൽകുള്ളൂ. വിശ്വാസം മാത്രമേ ക്ഷമിക്കുവാനുള്ള കരുത്ത് നമുക്ക് നൽകുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? 5 വക്ത് നമസ്കരിക്കുന്ന ഞാനും നിങ്ങളും അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നിരന്തരമായി നമസ്കരിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ മുന്നിൽ ഏകയായി നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മുനാജാത്ത് നടത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിന് ഈ പറയപ്പെടുന്ന ഗുണഗണങ്ങളൊന്നുമില്ല എങ്കിൽ നമ്മുടെ നമസ്കാരം യഥാർത്ഥ നമസ്കാരമായിരുന്നില്ല, തിന്മകളിൽ നിന്നും മാറി നിന്നിട്ടില്ല. നമസ്കാരം സകല നീചവൃത്തികളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. മാത്രമല്ല, നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത് വളരെ ദുർബലമായിട്ടാണെന്ന് അള്ളാഹു തന്നെ പറയാം. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ. അതെ, മനുഷ്യൻ ദുർബലമായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്, സൃഷ്ടിക്കപ്പെട്ട സമൂഹമാണ്. നന്മ വന്നാൽ തിന്മ വന്നാൽ വേവലാതിപ്പെടും, നന്മ വന്നാൽ അതിനെ തടഞ്ഞു വെക്കും. അങ്ങനെയുള്ള ഒരു സ്ഥിതിഗതി തന്നെയാണ് നമ്മുടെ മനസ്സിനുള്ളത്. പക്ഷേ ഈ സ്ഥിതിഗതികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമൂഹമുണ്ട്. അതാരാണല്ലേ? ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴികെ. അള്ളാഹിന്റെ മുന്നിൽ യഥാർത്ഥമായ മുനാജാത്ത് നടത്തിയിട്ട് റബ്ബിനോട് ഇപ്രകാരം വിശ്വാസം പ്രകടിപ്പിക്കുന്ന, വിശ്വാസം കൊണ്ട് മനസ്സലങ്കരിക്കുന്ന, യഥാർത്ഥ ആദർശത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും തന്നെ അവനാദികളില്ല, വേവലാദികളില്ല, കഷ്ടങ്ങളില്ല, നഷ്ടങ്ങളില്ല. എനിക്ക് പറയാനുള്ളത് യഥാർത്ഥമായ നിസ്കാരം നിസ്കരിക്കുക, യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുക, അജയ്യമായ ആദർശത്തിന്റെ ഉടമകളാകുക. എന്താ മുജാഹിദുകളുടെ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ മുൻപിലേക്ക് നിഷ്കളങ്കരായിട്ട് കടന്നു പോകാൻ സാധിക്കണം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ വനിതാ സംഘം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു പക്ഷെ നമ്മൾ എതിർ സൈഡിലേക്ക് മാറിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഏറ്റവും നന്മ ഉള്ളവരായി ജീവിക്കുവാനും അള്ളാഹുവിന്റെ തൗഫീക്കോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ടു പോകുവാനും ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സൽസന്താനങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളായി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി അള്ളാഹു നമ്മളെ ഉയർത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.